കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ഉണ്ട്. ടോബി, ഈ പറഞ്ഞ ലിസ്റ്റിൽ, ജില്ലകളുടെ ലിസ്റ്റിൽ കോട്ടയമുണ്ട്. കോട്ടയത്തും ശക്തമായ മഴ പെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? നാശനഷ്ടങ്ങൾ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിലവിൽ. എന്നിരുന്നാലും ചില സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. അനൂപ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വേനൽ മഴ പെയ്യുന്നത്. ഒന്നടവിട്ട് ചില സ്ഥലങ്ങളിൽ, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചില മഴ പെയ്തുവെങ്കിലും ഇത്തരത്തിൽ അല്പം നേരം നീണ്ടു നിൽക്കുന്ന വേനൽ മഴ ഇതാദ്യമായിട്ടാണ് പെയ്യുന്നത്. എന്തായാലും വലിയൊരു ആശ്വാസമായിട്ടുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, വലിയ രീതിയിൽ താപനില ഉയർന്നിട്ടുണ്ടായിരുന്നു. 37 ഡിഗ്രി വരെ കോട്ടയത്ത് പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വേനൽ മഴ വലിയ ആശ്വാസമായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. ഇന്ന് മഴ പെയ്തത് ഈ കിഴക്കൻ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലാണ്. പാലാ, ഈരാറ്റുപേട്ട, തിടനാട് തുടങ്ങിയ മേഖലകളിലൊക്കെയാണ് ഈ മഴ പെയ്തത്. ഏകദേശം 5:30 മുതൽ 6:30 വരെ ഈ മഴ പല സ്ഥലങ്ങളിലും ഉണ്ടായി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും വേനൽ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പകൽ സമയങ്ങളിൽ അതിശക്തമായിട്ടുള്ള ചൂടിനുള്ള അല്ലെങ്കിൽ വെയിൽ ഉണ്ടാകാനുള്ള, താപനില ഉയരാനുള്ള സാഹചര്യവും ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വൈകുന്നേരമാണ് ഈ മഴ പെയ്തത്. അതും ഈ പാലാ, ഈരാറ്റുപേട്ട തുടങ്ങിയ മേഖലകളിലാണ് പെയ്തത്. അവിടെയുള്ളവർക്കെല്ലാം വലിയ ആശ്വാസമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. വലിയ നാശനഷ്ടങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അനൂപമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.